അസ്സലാമു എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാനും ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ അത്തായും നോമ്പുതറൊക്കെ ആയിട്ടാട്ടോ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ അസർക്കാണ് അടുക്കളയൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അസർക്ക് വന്നിട്ട് പത്തിരി പണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചിലപ്പം പരത്തിക്ക് എന്തെങ്കിലും ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വന്നിട്ട് എളുപ്പം പത്തിരി പണി തുടങ്ങും കേട്ടോ. അപ്പം ഇന്ന് പത്തിരി ഒന്നും ഉണ്ടാക്കണില്ല. അങ്ങനെ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞാണ്ട് അടുക്കളയൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ അതാ ആദ്യമൊക്കെ ഞാൻ കുക്കറെടുത്ത് കാണ്ട് നോക്കുമ്പോൾ അതിൽ കഞ്ഞി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുകളിൽ വെച്ചതാണ് രാവിലെ വെച്ചിക്കണ്. അപ്പോൾ ഒരു പ്രാവശ്യം കുടിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളത് അതിലാണ്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതന്നെ കുറച്ച് കുടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ഉരുളങ്ങയും എടുത്ത് കാണാൻ നടുവട്ട ചെയ്ത് നന്നായിട്ട് കഴുകിയാണ്ട് കുറച്ച് ഉപ്പിട്ട് കണ്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 വിസിൽ അടുപ്പിച്ചാൽ വിചാരിച്ച്. അപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മക്കൾ ഇന്നലെ അങ്ങനെ പറയണ്ടായിരുന്നു, കട്ട്ലൈറ്റ് കഴിക്കാൻ ബോധ്യമുണ്ട്, അത് ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ അങ്ങനെ പറയണ്ടായിരുന്നു കേട്ടോ. അപ്പം നോക്കുമ്പോൾ കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് തണുപ്പ് പോകാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമൂസേൻ്റെ ഫില്ലിങ്സാണ് ആദ്യമൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. ആ സമൂസേൻ്റെ ഷീറ്റ് ഒരു 4-5 ഉണ്ട്, ഇങ്ങനെ ഇരുന്നിട്ടൊന്ന് ബലം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പ് ഒന്നിന് കൊടുക്കുന്നതാണ്. പിന്നെ എന്നും സമൂസ ഉണ്ടാക്കണില്ലല്ലോ, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ അതവിടെ അങ്ങനെ ഇരിക്കുമല്ലോ, പിന്നെ ബാക്കിയുള്ളതാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് സവാളൊക്കെ വാട്ടിക്കാണ്ടേക്ക് പിന്നെ അതുപോലെ മല്ലിയിലൊക്കെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ അതുപോലെയൊക്കെ ചിക്കൻ മസാല അല്ല കേട്ടോ, കുറച്ച് ഗരം മസാല അതുപോലെ മഞ്ഞൾപ്പൊടി ചില്ലി ഫ്ലേക്സും അതുപോലെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കണ്ട് ഗ്രീൻ പീസ് വേവിച്ച ഗ്രീൻ പീസ് ഇട്ട് കണ്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമ്മളാണ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി കട്ട്ലേറ്റിനുള്ളതും കൂടി ഇതട്ടാ സവാളൊക്കെ വാട്ടിയെടുത്ത് അതുപോലെ കുറച്ച് ചിക്കൻ മസാലയും ഇതൊക്കെ ഇട്ട് കൊടുത്ത് കാണുന്നത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിൻ്റെ ഷേക്ക് വേവിച്ച് ഉരുളങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിക്ക് അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചും വെളുത്തുള്ളി വലിയ ജീരകം പൊടിച്ചത് എല്ലേതും കുറേ ഇട്ട് കൊടുത്താൽ മതി. പൊടികളൊന്നും കൂടിപ്പോവരുത്, എന്ത് മസാല വെക്കും അല്ല നമുക്ക് കഴിക്കാനൊരു രുചി ഉണ്ടാവുള്ളൂ. പിന്നെ ചിക്കൻ പൊരിച്ചത് ഞാനത് പിച്ചിക്കാണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണമല്ലേ. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ കൂടുതൽ ഇങ്ങനെ വെള്ളം പോലെ ആകുമ്പോഴാണ് ഇത് റെഡി ആയി കിട്ടാൻ പണി കേട്ടോ. അപ്പോൾ ഇത് പാകത്തെ ഇതായിക്കണം. അപ്പോൾ കിഴങ്ങൊക്കെ പൊയിഞ്ഞെടുക്കുമ്പോൾ അത്യാവശ്യം വെള്ളമൊന്നും ഇല്ലാതെ തന്നെ ആയി കിട്ടണം. അപ്പോൾ അതിങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ അലിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇത് ഉണ്ടാക്കിയാൽ റെഡി ആയി കിട്ടാത്തത്. അപ്പോൾ ഇതിൽ കുറച്ച് സവാള ഇട പാടുള്ളൂ കേട്ടോ. പിന്നെ അതാ ഞാൻ റസ്കിൻ്റെ പൊടിയല്ല കേട്ടോ, ബ്രെഡിൻ്റെ പൊടിയാണ്. അത് ഇങ്ങനെ ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിന്നാൾ ഷവർമൻ്റെ കൂട്ടുണ്ടാക്കിയപ്പോൾ അതിക്ക് ബ്രെഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് കുറച്ച് ബ്രെഡ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 2-3-4 ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ അതാണ് അതിൻ്റെ കളറ് കുറച്ചും കൂടി ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. ഒന്നും കണ്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡായിരുന്നു. അപ്പോൾ ഞാനൊന്നും ഇങ്ങനെ പൊടിച്ചെടുത്തിക്കുന്നത്. അപ്പോൾ കട്ട്ലേറ്റൊക്കെ പല ഷേപ്പിലൊക്കെ ആയിട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമുക്കൊക്കെ എന്ത് ഷേപ്പല്ലേ കുട്ടികൾക്ക് കഴിക്കാൻ. പിന്നെ വേറെ ആരും വിരുന്നേരൊന്നും ഇല്ലല്ലോ, നമ്മൾ ആ മട്ടത്തിനനുസരിച്ചിട്ടൊക്കെ നോക്കൂലേ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കോഴിമുട്ട എടുത്താൽ തന്നെ അത് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അധികം വേണ്ടല്ലോ മുട്ടൊന്നും. അപ്പോൾ ഞാനിത് കുറച്ച് എണ്ണ ഒഴിച്ചിങ്ങാണ്ട് ആദ്യം ഈ സമൂസ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ സമൂസ എന്ന് പറയില്ല ആ രൂപത്തിലാട്ടോ എന്നുള്ളത്. കാരണം അതിൻ്റെ ഷീറ്റൊക്കെ കേടുന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ കുറച്ചായില്ലേ. അപ്പോൾ ഇങ്ങനെ പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കണ്ടൊക്കെ ആയി പോവുക. അപ്പോൾ തീയൊന്ന് കുറച്ചൊക്കെ മറന്ന കാരണം തന്നെ അതൊരു ഭാഗം ഇങ്ങനെ കുറച്ചൊരു കളർ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്നിട്ട് കോരിയെടുക്കണം. അപ്പോൾ ഇനി ഇതിൽ തന്നെ എണ്ണയിൽ തന്നെ കട്ട്ലേറ്റ് ഒന്നാണ്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ മുക്കി പൊരിച്ചെടുക്കണില്ലേ, അതേപോലെ നിങ്ങോട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ചോറാണ് ഉണ്ടാക്കുന്നത്. അതിക്ക് മുരിങ്ങല്ലി ഇതൊക്കെ ആക്കിയിട്ട് കിടക്കുമ്പോൾ ചോറുന്നാന്ന് വിചാരിച്ച്. അപ്പോൾ കടി ഉണ്ടാക്കുന്ന ദിവസം ചോറുണ്ടാക്കലില്ല, ചോറുണ്ടാക്കുന്ന ദിവസം കടി ഉണ്ടാക്കലില്ല കേട്ടോ. അങ്ങനെ കേട്ടോ. പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ചോറ് അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കില്ല കേട്ടോ. അപ്പോൾ ആ പത്തിരി കഴിച്ചാൽ പിന്നെ ഒന്നും വേണ്ട, അത്താഴത്തിനും കടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്താഴത്തിന് ഞങ്ങൾ കടിയാണ്. ചോറ് ഉണ്ടാക്കുന്ന ദിവസം അത്താഴത്തിന് കടി തന്നെയാട്ടോ. അത് കിടക്കുമ്പോൾ മാത്രം ലേശം ചോറ് തിന്നലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ചോറ് തിന്നിട്ടില്ലെങ്കിൽ ഇതല്ലേന്ന് വിചാരിച്ചിട്ടൊന്ന് ചോറാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതാ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ നന്നതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ തരി കാച്ചിയതും പിന്നെ മുരിങ്ങയില നമ്മൾ അന്നാ ഊരി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ബോക്സിലാക്കി അടച്ച് വെച്ച കാരണം ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മൾ മരത്തുമെന്ന് പൊട്ടിച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് പാലല്ല, കുറച്ച് ഞാൻ എന്താ പറയുക പാൽപ്പൊടി ഉണ്ടല്ലോ, അതിങ്ങനെ വെള്ളത്തിൽ കലക്കിയതാണ് കേട്ടോ. വെള്ളത്തിൽ കലക്കിയെടുത്തിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കണം, പിന്നെ വെള്ളം കൂടി ഒഴിച്ച് കണ്ട് ഒന്ന് കലക്കിയെടുത്ത് വെച്ചതാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഈ തരി കാച്ചിയുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് സേമിയ റവ ഒന്നും വറുത്തിട്ടില്ലാലും വേണ്ടില്ല, അണ്ടിപ്പരിപ്പ് മുന്തിരി പോലെ നെയ്യിൽ വറക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഈ തരി കാച്ചിയത് എങ്ങനെയാണെങ്കിലും നല്ല രസമാണ്. ചില ദിവസങ്ങളിൽ ഞാൻ ചെറിയ ഉള്ളക്കാരനിങ്ങാണ്ട് ഇങ്ങനെ മൂപ്പിച്ചിടും, അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിടും, അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നിൽ കുറച്ച് ഏലക്കാപ്പൊടിയും ഒരു നുള്ളു ഉപ്പും പിന്നെ ഇതിക്കുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്.
എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് റവ ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് സേമിയ ഇട്ട് കൊടുക്കും കേട്ടോ ഞാൻ. അപ്പോൾ ചിലവർ സേമിയൊന്നും ഇടില്ല. അപ്പോൾ ഞാൻ ഈ പാത്രം വെക്കുമ്പോൾ കണ്ടില്ലേ, ഈ പാത്രം കുറച്ച് ദിവസം മുമ്പ് ഞാനിതിൽ കുറച്ചായിട്ടാണ് സാധനം വെച്ചിട്ട് കരിഞ്ഞ് പോയ പാത്രമായിരുന്നു. പിന്നെ ഉള്ളൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുപോലെ നോമ്പിനൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലേതും ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇതുപോലത്തെ ചായൻ്റെ പാത്രം ഉണ്ട്. അപ്പോൾ അതിൽ വേറെ ചായ ഉണ്ടാക്കാനും വെള്ളം ചൂടാക്കാനൊക്കെ ആവശ്യമുണ്ടാവും. അപ്പോൾ ഇതുണ്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ അതിൽ അങ്ങനെയുള്ളതിനൊക്കെ കണ്ട് വെച്ചെടുക്കുക. ഒരുപാട് ഇങ്ങനെ വരതിയിട്ടൊന്നും ഇങ്ങനെ പോവാതെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തരിയൊക്കെ ആദ്യം കാച്ചി വെക്കണം. അപ്പം നല്ല ചൂടാറുള്ളൂ. പിന്നെ ഞാനിതാ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പൊന്ന് കത്തിച്ചെടുക്കുകയാണ്. അപ്പോൾ ചോറ് വെക്കുന്ന ദിവസങ്ങളിൽ മാത്രമായിട്ട് അടുപ്പ് കത്തിക്കൊള്ളും, മറ്റുള്ളതൊക്കെ ഗ്യാസുമ്പോൾ തന്നെയാണ്. അപ്പോൾ ഗ്യാസിനിപ്പോൾ നല്ല ചിലവാണെന്ന് പറഞ്ഞാൽ നമ്മൾ അത്താഴത്തിന് നീച്ചാലും കടി എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ. ഒന്നുക്കല്ലേ ദോശ അല്ലെങ്കിൽ പുട്ട് അങ്ങനെ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കലുണ്ട്. പഴം പുഴുങ്ങിയത് അതൊക്കെ ആയിട്ട് ഞങ്ങൾ അത്താഴത്തിന് നീച്ചാൽ ചായയും കടിയേ പറ്റുള്ളൂ. കുട്ടികൾക്കാണെങ്കിൽ വേറെ ഒന്നും പറ്റില്ല, ചോറൊന്നും പറ്റില്ല. അപ്പോൾ ചായയും കടി ഉണ്ടാക്കും. ഞാൻ ഉഴുന്നും പച്ചരിയൊക്കെ കൂടെ അരച്ച് വെച്ചതാണെന്നുണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കും. ചില ദിവസം ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോള് വണ്ടിയിൽ ഇതിൽ എന്താണ് ചക്കരമത്തനൊക്കെ തിന്നിട്ട് അതൊക്കെ ഈ സിങ്കിൻ്റെ ഇതിലൊക്കെ കൊടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളവിടെ എല്ലാ കളിയിലാണ്. അപ്പോൾ ആ നേരം കൊണ്ട് തന്നെ നമ്മളിങ്ങനെയുള്ള പണികൾ എളുപ്പം തീർക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ നോക്കുമ്പോൾ അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് ആളെ പിന്നെ അതാണ് വല്ലാതെ ഇങ്ങോട്ട് കാണാതിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് കളിയാണെങ്കിലും ഞാൻ ഇവിടെ പണിയെടുക്കുമ്പോൾ എൻ്റെ ബാക്കൊക്കെ ഉണ്ട് വരണം എന്നല്ല എന്താണെന്ന് വെച്ചിട്ട് പോയി നോക്കി. അപ്പോൾ എന്താണ് റൂമിൽ കിടന്നിട്ട് ഉറങ്ങിങ്ങനെ കേട്ടോ. ചില ദിവസങ്ങളിലാണ് അങ്ങനെ ഉറങ്ങുള്ളൂ. അപ്പോൾ അംഗനവാടിക്കൊന്നും അങ്ങനെ കൊണ്ടാക്കലില്ല. അപ്പോൾ എന്താണ് ഇപ്പം ഓൾക്കും മടിയാണ്, കൊണ്ടാക്കാൻ എനിക്കും മടിയാണ് കേട്ടോ. പിന്നെ ഈ നോമ്പല്ലേ 2 നേരം ഇങ്ങനെ ആണ്ടുകൊണ്ടൊക്കെ പോകണ്ടേ. അപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മുരിങ്ങൻ്റെ ഇല എടുത്തുങ്ങാണ്ട് ഇതാ അടുപ്പത്തിട്ടിക്കുക കേട്ടോ. ഒരു സവാളൻ്റെ ഒരു കഷ്ണം ഒന്ന് വാട്ടിക്കാണ്ട് മുരിങ്ങൻ്റെ ഇല തണ്ട് ഇങ്ങനെ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഊരിടുമ്പോൾ അപ്പോൾ അതൊന്ന് എടുത്തിട്ടാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകാണ്ട് ഇതാ. പിന്നെ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കാതെ തന്നെ ഇതൊന്ന് മൂടിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൽ കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കൂടുതൽ നേരെ കത്തി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലൻ്റെ കളറൊക്കെ മാറിയിട്ട് വേറൊരു കളറായി മാറും. അപ്പോൾ ആ ഒരു ഇലൻ്റെ ടേസ്റ്റ് പോകട്ടോ. അപ്പോൾ ചെറിയ തീയാക്കിയിട്ട് ഇതൊന്നും ഇങ്ങനെ മൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തേങ്ങയും പച്ചമുളകും കൂടി ഇങ്ങോട്ട് ഒതുക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യണം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. സവാള വാട്ടിക്കാണ്ട് അതിലിട്ട് വേവിച്ചാലും രസമാണ്. പിന്നെ താളിപ്പ് ഉണ്ടാക്കില്ല, കഞ്ഞിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചിങ്ങാണ്ട് അങ്ങനെയും ചെയ്താലും രസമാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ ഒരു പൂതി പച്ചമുളകും തേങ്ങയും കൂടി ഇങ്ങനെ ഒതുക്കിയിട്ടിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ മുരിങ്ങൻ്റെ ഇല 2-3 ദിവസമായിട്ട് ഞാൻ കുറേശ്ശെ എടുക്കുകയായിട്ട് ചെയ്തത്. അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പൂതിയാകുമ്പോൾ ഉണക്കലും മുരിങ്ങലൊക്കെ കൂട്ടിയിട്ട് ഇടയ്ക്കൊരു ചോറ് നല്ലൊരു പൂതിയാണ്. അപ്പോൾ കടി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പിന്നെ നമ്മൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ചോറും ഉണ്ടാക്കില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതും ബാക്കിയാവും അങ്ങനെ ആവും. അപ്പോൾ കടി ഉണ്ടാക്കാത്ത ദിവസം അങ്ങനെ ചെയ്താൽ പിന്നെ കിടക്കുന്ന സമയത്ത് കുട്ടികളാണെങ്കിലും എല്ലാവരും കുറേശ്ശെ അത് കഴിച്ചോളും. കടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ചോറൊന്നും തിന്നില്ല, പിന്നെ അത്താഴത്തിന് തിന്നാത്തതല്ല. അതുകൊണ്ട് തന്നെ ഒന്നിനും പറ്റില്ല കേട്ടോ. പിന്നെ നമുക്ക് നോമ്പായാൽ പിന്നെ ഏതെങ്കിലും ഒന്നായിട്ട് ഞാൻ ഉണ്ടാക്കലുള്ളൂ. ചോറാണെങ്കിൽ ചോറ്. ഫസ്റ്റത്തെ ഒരു ദിവസമായിട്ട് കുറച്ച് ചോറും വെച്ച് എന്നാൽ തിന്നുമെന്ന് വിചാരിച്ച് വെച്ചതാണ്. അപ്പോൾ ആർക്കും ആവശ്യം ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ചോറ് കടിയും കൂടി ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ കണ്ടില്ല, തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒന്നും കൂടി ഇങ്ങോട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ബാങ്ക് കൊടുത്തിട്ടാണ്. അപ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ ഇതിന് മോനതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തരി കാച്ചിയതും ജ്യൂസൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നോമ്പൊക്കെ തുറന്ന് പിന്നെ അത് അടുക്കളയ്ക്ക് വന്ന് നിസ്കാരം കഴിഞ്ഞാണ്ട് അടുക്കളയ്ക്ക് വന്നാണ് കേട്ടോ. അപ്പോൾ വന്ന് തന്നെ ചോറ് അടുപ്പത്തിരുന്ന് അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അടുപ്പത്ത് ഇട്ടിട്ടുള്ളൂ ഇന്ന്. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഊറ്റി വെച്ച് പിന്നെ പച്ചരിയും ഉഴുന്നും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അരച്ച് വെച്ചിട്ട് അപ്പോൾ അതിന് മുന്നേ അരച്ചൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതായതിന് വെച്ചാൽ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് അരച്ച് വെച്ചതാണ്. അപ്പോൾ ഉഴുന്നും അതുപോലെ ഉലുവയും ചേർത്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ മാവൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ പൊങ്ങി കിട്ടും. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്ന കണ്ടില്ലേ മാങ്ങാക്കറി കേട്ടോ, നല്ല രസമാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി നോക്കി മക്കളെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും അതുപോലെ ഉലുവണ്ടല്ലോ അതും കൂടി ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇഞ്ചും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ കറിവേപ്പിലയും 2 പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് ഇങ്ങനെ വഴറ്റി എടുക്കലുണ്ട്. വല്ലാതെ ഇങ്ങോട്ട് മൂപ്പിച്ചെടുക്കൊന്നും വേണ്ട, എന്നാലും അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് ഒന്നും ഇങ്ങോട്ട് വാടി വന്നാൽ മതി. അപ്പം മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാണ്ട് അച്ചാറും കറിയൊക്കെ ആയിട്ട് ഉപയോഗിക്കട്ടോ, നല്ല രസമാട്ടോ. അപ്പം ഞാൻ ഇതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇവിടുന്ന് മാങ്ങ കിട്ടിയപ്പോഴേ നല്ല പൂതി തോന്നിയിട്ടോ. വലിയ മാങ്ങ അല്ലേനും എന്നാലോ ചെറിയ മാങ്ങ അല്ലേനും, അത്യാവശ്യം പുളിയുള്ള മാങ്ങ ഉണ്ടല്ലോ അങ്ങനത്തെ കേട്ടോ. ഞാനിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പൂതിയിട്ടോ. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ നല്ല ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. അപ്പോൾ ദീക്കതാ ഞാൻ ആ ഒരു ചെറിയൊരു പാത്രത്തിൻ്റെ പാത്രമായിട്ട് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ദീക്ക് പൊടികൾ എന്ന് പറഞ്ഞാൽ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുള്ളത്. ഒക്കെ എണ്ണയിലൊന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ആ വെള്ളത്തേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ മാങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ കൂടുതലൊന്നും വെള്ളം പാടില്ല കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ഉണ്ട് മാങ്ങ ഒന്ന് തിളച്ച് വീണ സമയത്ത് നമ്മൾ വെള്ളമൊക്കെ ഒന്നും കണ്ട് വറ്റിയിട്ടൊന്നും ഇങ്ങോട്ട് കുറുകി വരും. അപ്പോൾ നല്ല അടിപൊളി
ചുവപ്പ് കളറാട്ടോ എണ്ണയിൽ ഇങ്ങനെ നമുക്ക് കണ്ട മുളക് പൊടി ഒന്നും ഇങ്ങനെ ഉണ്ട് മൂപ്പിച്ചെടുത്തപ്പോൾ കളറ്. പക്ഷെ നമ്മളെ ഫോണിൻ്റെ അതുകൊണ്ടായിട്ടോ അപ്പോൾ അങ്ങനെ മഞ്ഞ കളറാവണത്. അപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നിട്ട് മക്കളെ. ഇതും ഇതിക്ക് എന്തെങ്കിലും ഒരു ഉണക്കൽ പൊരിച്ചതോ മീൻ പൊരിച്ചതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോറ് അടിപൊളിയായിട്ട് പോകട്ടോ. അപ്പോൾ നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ അച്ചാറ് പോലെ തന്നെ ഉണ്ടായിരുന്നു, നല്ല അടിപൊളി മാങ്ങാക്കറി. അപ്പം മാങ്ങ കിട്ടുമ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കൂടി കേട്ടോ. അപ്പോൾ ഇനി എന്താ ഞാൻ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ തന്നെ ഒരു ചമ്മന്തിയും കൂടി കിട്ടുകയാണെങ്കിൽ നല്ല രസമല്ലേ. അപ്പോൾ അത് കുറച്ച് തേങ്ങ പൂണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറുണ്ടല്ലോ, മുരിങ്ങൻ്റെ ഇലക്ക് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള ജാറാണ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ഞാൻ തേങ്ങ ഒന്ന് പൂണ്ട് കണ്ടാൽ ഞാൻ ഇടില്ല കേട്ടോ. ഒക്കെ ചിരകാൻ അത്രക്കും മടിയാണ്. അപ്പോൾ ചിരകിയത് ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ, ഫ്രീസറിൽ ഇരുന്നിട്ട് കട്ടായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പൂണ്ടെടുത്ത് അതിക്ക് 3-4 മാങ്ങൻ്റെ കഷ്ണവും വറ്റൽമുളകൊക്കെ ഇട്ടുണ്ട് അരച്ചെടുത്തിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ചോറ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഒരുപാട് നേരമാവും. അപ്പോൾ ഞാൻ കുറച്ച് കഴിക്കാനുള്ളത് കുറച്ചൊക്കെ നേരത്തെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കഴിച്ചിങ്ങാണ്ട് പിന്നെ നിസ്കരിക്കാനും ഓതാനൊക്കെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഈ ചമ്മന്തിയൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു പൂതി. അപ്പോൾ നമ്മൾ ഇത് കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ചോറ് കഴിക്കട്ടെ കേട്ടോ. നല്ല വയറ് കഴിച്ച് ചോറൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. കിടക്കുന്ന സമയത്ത് അങ്ങനെ കടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കലില്ല. പിന്നെ അത് അത്തായത്തിനാട്ടോ മക്കളെ. അപ്പോൾ അത്തായത്തിന് നീച്ചിക്കാണ്ട് പെട്ടെന്നൊരു പാത്രം വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്യാസും ഒന്ന് വെക്കട്ടെ. അപ്പോൾ ഞാൻ 4:30 കാണുമ്പോൾ നീക്കൽ, ചിലപ്പോൾ 4:15 നീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ നീച്ചിട്ട് കാര്യമില്ല കേട്ടോ. കുട്ടികളാണെങ്കിൽ നീക്കൂല, കുട്ടികളെ ബാങ്ക് കൊടുക്കാൻ നേരത്തെ നീക്കുള്ളൂ. നിസ്കാരം ഇങ്ങാണ്ട് പിന്നെ ഒരു എളുപ്പം കിടക്കാലോ എന്ന് കരുതിയിട്ടാണ് ഓരിട്ടാ. അപ്പോൾ നമ്മൾ നേരത്തെ നീച്ചിട്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അവരെങ്ങനെ കാത്തിക്കട്ടെ. അപ്പോൾ ഞാൻ 4:30 നീച്ചിട്ടതൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ നിൽക്കൂട്ടാ. കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ദോശ ചുട്ടെടുക്കാറുണ്ട്. ദോശ എല്ലാവർക്കും ഓരോന്നോ 2 കണ്ടിട്ടൊക്കെ ചുടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഒരാൾ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാക്ക് 2 കൊടുത്ത് അങ്ങനെ കേട്ടോ. ഓരോരുത്തർക്കും അങ്ങനെ കൂടുതലൊന്നും അത്തായത്തിന് വെച്ചാൽ ആർക്കും പോകില്ല. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാത്ത ദോശ തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പാത്രം വെച്ച പാടന്നാണ്ട് ചുട്ടെടുത്തിട്ടാ, ഓർമ്മയില്ല. അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ ചട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാതും ഇങ്ങോട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നിട്ട്. അത് അരക്കണ സമയത്ത് ചോറും ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പച്ചരിയിൽ അത്യാവശ്യം ഉലുവയും വേണം. അത്യാവശ്യം ഉലുവ ഉണ്ട്. അതിലൊരു 1/2 ടീസ്പൂണ് 1 ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മൾ പച്ചരി എത്ര ഇടുന്നത് അതിനനുസരിച്ചിട്ടോ. പിന്നെ അത്യാവശ്യം തന്നെ ഞാൻ ഉഴുന്നാണ് കേട്ടോ, അതും കൂടി ഇട്ടിട്ട് ആണ് വേണ്ടത്. അപ്പോഴാണ് നല്ല ഉഷാറായിട്ട് കിട്ടുക. പിന്നെ ഇതിലേക്ക് അരക്കുമ്പോൾ കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു മാവ് നമുക്ക് സ്റ്റോക്കാക്കി ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സമാധാനമായിട്ടോ നീ ചേരുമ്പോൾ. അപ്പോൾ ഞാൻ നല്ല രാത്രിയെല്ലാം അരച്ച് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിലേക്കൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ള മാവ് പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ദോശയൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ അപ്പോഴത്തേനും ഇങ്ങനെ നേരം ഇപ്പോൾ 5 മണി കഴിഞ്ഞാൽ ബേജാറാണ്, പെട്ടെന്ന് ബാങ്ക് കൊടുക്കാനാവും കേട്ടോ. ആദ്യത്തെ പോലെയല്ല, കുറച്ച് നേരത്തായി തുടങ്ങിയില്ലേ. അപ്പോൾ പിന്നെ ഇതിങ്ങനെ റെഡി ആയപ്പോഴത്തേനും ഞാൻ ഓരോരുത്തരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും കുപ്പായൊക്കെ ഒന്നും ഇടാതല്ല വന്നിരിക്കുക. അപ്പോൾ എല്ലാവരും മോറൊക്കെ കക്കി വന്നിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ദോശയൊക്കെ എടുത്തേക്ക് ഒരു കോഴിമുട്ടൊക്കെ എടുത്തുങ്ങാണ്ട് ആ ചമ്മന്തി ഉണ്ടല്ലോ, മാങ്ങയും തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി അടിപൊളി കേട്ടോ ആ ചമ്മന്തി. അപ്പോൾ അത് കൂട്ടിയിട്ട് അപ്പമൊക്കെ കഴിച്ച് പിന്നെ ഒരു പഴത്തിൻ്റെ കഷ്ണം നിന്ന്. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ.